ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി അടമാങ്ങ പോലെയുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കുന്നില്ല. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. വെറൈറ്റി രീതിയിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഇടുന്നത്. ഞാനൊരു 4 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് തൊലിയോടുകൂടി ചെത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി വെക്കാം. ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് ഇനി ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എയർ ഫ്രയർ ഒന്ന് ഓണാക്കി കൊടുക്കാം. നമുക്ക് മാങ്ങ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാങ്ങ ഒന്ന് നല്ലതുപോലെ വാട്ടിയെടുക്കാനാണ് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്നത്. നമുക്കിപ്പോൾ കുറച്ച് മാങ്ങയേ ഉള്ളൂ, അതുകൊണ്ടാണ്. കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്യണം. നമുക്കിത് അടച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. മാങ്ങ ശരിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ കടുക് നമുക്കൊന്ന് വറുത്തെടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. മാങ്ങ നല്ലതുപോലെ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയേ, ഡ്രൈ ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഈ പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്കിത് മാറ്റി വെക്കാം. നോക്കിയേ, മാങ്ങ നല്ല ഉപ്പും മുളകും എല്ലാം അതെ പിടിച്ച് ഡ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ്. വാട്ടിയെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തൊലി കണ്ടാൽ അറിയാം. നമുക്കിനി ഇത് അച്ചാറിടാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണല്ലോ അച്ചാറിനെല്ലാം പ്രാധാന്യം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയാണ്. അതൊന്ന് ആറി വന്നിട്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ ഇടാൻ വേണ്ടിയാണ്. ഈ അച്ചാറിന് നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പൊടി ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടത്. നമ്മൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നാലും വലിയ എരിവോ ഒന്നുമില്ല. നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തുനിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ റെഡിയാക്കിയിരിക്കുന്ന അച്ചാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ചാറൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല കുറിയ ചാറ് ഇതിനകത്തുനിന്ന് ഇറങ്ങിക്കോളും. അങ്ങനെ നമ്മുടെ വെറൈറ്റി മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.